റെനി ബിജു. ബിജു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ്, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അച്ഛൻ്റെ മമ്മിയുണ്ട്. 3 കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? മൂത്ത മോള് BSc നഴ്സിംഗ് കഴിഞ്ഞു, അവള് ജർമ്മൻ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് BTech കഴിഞ്ഞു. ചെറിയ മോള് BSc സെക്കൻഡ് ഇയർ പഠിക്കുന്നു. സുവിശേഷ വേലയിലാണ്. അതെ. എത്ര വർഷമായി സുവിശേഷ വേലയില്? ഞങ്ങള് 2000 മുതല് 2001 മുതലാണ് ഇറങ്ങിയിരിക്കുന്നത് സുവിശേഷ വേലയിൽ. അപ്പോ 1/4 നൂറ്റാണ്ട് സുവിശേഷ വേലയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു അല്ലെ? 25 വർഷം വിജയകരമായിട്ട് കർത്താവ് നടത്തി. നമ്മുടെ മത്സരങ്ങളൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് യൂട്യൂബിൽ ഈ പ്രോഗ്രാം കാണുമായിരുന്നു. അന്നേരം ആദ്യ സമയങ്ങളായിരുന്നു, ഇതേ രീതിയിലല്ല, മറ്റേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ, മൊത്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നക്ഷത്രദേവൻ ആര്? ഓപ്ഷൻ എ സിക്കൂത്ത്, ഓപ്ഷൻ ബി കിയൂൻ, ഓപ്ഷൻ സി ദാഗോൻ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ബാംഗ്ലൂർ. ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബൈബിളിന്റെ ചോദ്യങ്ങളിലൂടെ, ഉത്തരങ്ങളിലൂടെ, വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഈ വചനം ആഴത്തിൽ മനസ്സിലാക്കുവാനും അതിനെ ഈ വേദിയിൽ നേരിടുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം നൽകുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കുക, വായിക്കുക, വളരുക, ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം പുതിയൊരു മത്സരാർത്ഥിയുണ്ട്. മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്? റെനി ബിജു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ്, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അച്ഛൻ്റെ മമ്മിയുണ്ട്. 3 കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? മൂത്ത മോള് BSc നഴ്സിംഗ് കഴിഞ്ഞു, അവള് ജർമ്മൻ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് BTech കഴിഞ്ഞു. ചെറിയ മോള് BSc സെക്കൻഡ് ഇയർ പഠിക്കുന്നു. സുവിശേഷ വേലയിലാണ്. അതെ. എത്ര വർഷമായി സുവിശേഷ വേലയില്? ഞങ്ങള് 2000 മുതല് 2001 മുതലാണ് ഇറങ്ങിയിരിക്കുന്നത് സുവിശേഷ വേലയിൽ. അപ്പോ 1/4 നൂറ്റാണ്ട് സുവിശേഷ വേലയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു അല്ലെ? 25 വർഷം വിജയകരമായിട്ട് കർത്താവ് നടത്തി സുവിശേഷ വേലയില്. അതില് കുറച്ച് വർഷങ്ങള് സഭാ ചാർജ് എടുത്തു, ചില വർഷങ്ങളില് പുതിയ പ്രവർത്തനം. ഇപ്പൊ ചില 1-2 വർഷമായിട്ട് സഭാ ചാർജ് ഇല്ല. പുതിയ പ്രവർത്തന സ്ഥലമാണ്. ഇല്ല, അച്ഛൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു. പപ്പ ഈ കോവിഡിന്റെ സമയത്ത് ശത്രുസന്നിധി ചേർക്കപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ പൈതല എന്ന് പറഞ്ഞ ചർച്ചില് പോയി വന്ന് ശുശ്രൂഷിക്കുകയായിരുന്നു. പിന്നെ മമ്മി തന്നെ വീട്ടിലായപ്പോ പിന്നെ ഞങ്ങള് സഭാ ചാർജ് തൽക്കാലത്തേക്ക് വിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കും. ഇപ്പൊ ഇവിടെ വീട്ടില് അമ്മയോടൊപ്പമാണ്.
ഓക്കെ ഓക്കെ, അത് വലിയൊരു ഡിസിഷൻ ആണ്. ശുശ്രൂഷയിൽ അവരോടൊപ്പം നിൽക്കുക എന്നത് പ്രത്യേക കൃപ ഉണ്ടെങ്കിൽ മാത്രം എടുക്കാൻ കഴിയുന്നൊരു തീരുമാനമാണ്. പ്രത്യേകിച്ച് അത് കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. പിന്നെ 1.5 വർഷമായിട്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെ ആദ്യം 1 വർഷം സൗദിയിൽ പോയി ആങ്ങളയുടെ കൂടെ നിന്നു. അത് കഴിഞ്ഞേച്ച് വന്നിട്ട് പിന്നെ ഒരു 7 മാസം കൂടെ പോയിച്ച് വന്നു. പോയിട്ട് വന്നതാണ്. അവിടെ അവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഇരിക്കുന്നു. ഓക്കെ, അവിടെ എങ്ങനെയുണ്ട് യാത്ര ചെയ്യുമ്പോൾ കടന്നു വരുമ്പോൾ ഇവിടത്തെ അനുസരിച്ച് വ്യതിയാനം? അവിടെ ചൂട് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പം ചൂട് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരല്ലേ. ഇവിടുത്തെ ആൾക്കാർ നിങ്ങൾക്കൊരു പ്രത്യേക സമ്മാനവും അവാർഡും ഒക്കെ തരണം ഈ ചൂട് സഹിക്കുന്നതിന്. ഞങ്ങൾ ഈ ചൂട് ഇവിടെ വെറുതെ ഇറങ്ങി നിന്നാൽ മതി, ഞങ്ങൾ വേർത്തൊലിക്കും ഇടുക്കിയിൽ നിന്നുള്ള ആളുകൾ. അപ്പൊ ഇത് വലിയൊരു കാര്യമാണ്. ഇവിടുത്തെ ആളുകൾക്ക് ദൈവം അതിനുള്ള പ്രത്യേക കൃപയും തന്നിട്ടുണ്ട് ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി. നമ്മുടെ മത്സരങ്ങളൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഞാന് സൗദിയിലായിരുന്ന സമയത്ത് യൂട്യൂബിൽ പ്രോഗ്രാം കാണുമായിരുന്നു. അന്നേരം ആദ്യ സമയങ്ങളായിരുന്നു ഇതേ രീതിയിലല്ല, മറ്റേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ, മൊത്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കാണുമായിരുന്നു. പിന്നെ ഞങ്ങൾ മൊത്തമായിട്ട് ചോദ്യം ഇടുമ്പോൾ നമുക്ക് വളരെ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാനും പറ്റില്ല. ആളുകൾ പറഞ്ഞു വളരെ ലളിതമായ ചോദ്യങ്ങളാണ്, അപ്പൊ കുറച്ചുകൂടെ കഠിനമാകട്ടെ എന്ന് കരുതി ഇത് 2ാമത്തെ ഒരു ഘട്ടത്തിലേക്കാണ് പുസ്തകങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇത് അല്പം കഠിനമാണ്. ഇത് കണ്ടപ്പോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പങ്കെടുക്കണമെന്ന്. പിന്നെ ഇവിടെ ആ സമയത്ത് എത്തുകയാണെങ്കിൽ പങ്കെടുക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ റോബിനെ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെയാണ് ഇങ്ങനെ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പൊ ഇതിന് വായിക്കാൻ അല്പം സമയം കിട്ടിയോ? മിക്കവാറൊക്കെ വായിക്കാറുണ്ട് ബൈബിള് നന്നായിട്ട്. പിന്നെ അതിന്റെ കൂടെ ഇതും കൂടെ വായിക്കാൻ പറ്റി. എന്നാലും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു പാസ്റ്റാൻഡി മത്സരിക്കാൻ വരുമ്പോ പഴയ വിശ്വാസികളൊക്കെ ഇരുന്ന് കാണുമ്പോ അയ്യോ പാസ്റ്റാൻഡിക്ക് ഒന്നും അറിയില്ലായിരുന്നല്ലോ എന്നൊരു കാര്യം പറഞ്ഞെങ്കിലും അങ്ങനെ പറയുകയാണെ ഇത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുപോകണം. ഇത് ടെലികാസ്റ്റ് ചെയ്യരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അതാണുള്ളതല്ലേ. ഏതായാലും നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. മത്സരത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് മത്സരത്തിന്റെ പാറ്റേൺ. മുഴുവൻ 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 6 ചോദ്യങ്ങൾ ഉത്തരം നൽകുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിൽ, അടുത്ത 4 ചോദ്യങ്ങൾ 3000 രൂപയുടെ സേഫ് സോണിൽ, ഒടുവിലത്തെ 5 ചോദ്യങ്ങൾ 10000 രൂപയുടെ ബമ്പർ സമ്മാനത്തിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ കടന്നു പോവുക. മത്സരം നമുക്ക് ആരംഭിക്കാം. സംശയങ്ങളൊന്നുമില്ല. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ആരുടെ? എ സാറയുടെ, ഓപ്ഷൻ ബി റിബേക്കയുടെ, ഓപ്ഷൻ സി അബീഗൈലിന്റെ, ഓപ്ഷൻ ഡി ഹന്നയുടെ. ആരുടെ മുഖം? ഓപ്ഷൻ ഡി ഹന്നയുടെ. ഓപ്ഷൻ ഡി ഹന്ന എന്ന ഉത്തരമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ഹന്ന എന്ന ഉത്തരം ശരിയാണോ? ഹന്ന എന്ന ഉത്തരം വളരെ ശരിയാണ്. ഹന്നയുടെ മുഖം വാടിയില്ല. ഉത്തരം തെറ്റിപ്പോയ നമ്മുടെ മുഖം ചിലപ്പോൾ വാടിയേക്കൂല്ലേ? നമുക്ക് നോക്കാം മുഖം വാടാൻ സാധ്യതയുണ്ടോ. ഈ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ഭൂമിയിലെ ആദ്യത്തെ വീരനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരിൽ ആരെ കുറിച്ച്? ഓപ്ഷൻ എ ഹാരാൻ, ഓപ്ഷൻ ബി നിമ്രോദ്, ഓപ്ഷൻ സി യൂബാൽ, ഓപ്ഷൻ ഡി കയീൻ. ആരായിരുന്നു? ഓപ്ഷൻ ബി നിമ്രോദ്. ഓപ്ഷൻ ബി നിമ്രോദ് ഉറപ്പിക്കുന്നു? സംശയമില്ല. ഓക്കെ, ഓപ്ഷൻ ബി നിമ്രോദ് എന്ന ഉത്തരം ശരിയാണോ? യെസ്, നിമ്രോദ് ആയിരുന്നു ആദ്യത്തെ വീരൻ. ആ ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം ഇതാണ്. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഓപ്ഷൻ എ പരീശന്മാർ, ഓപ്ഷൻ ബി സദൂക്യർ, ഓപ്ഷൻ സി ശിഷ്യന്മാർ, ഓപ്ഷൻ ഡി ശാസ്ത്രിമാർ. ഓപ്ഷൻ എ പരീശന്മാർ. ഓപ്ഷൻ എ പരീശന്മാർ എന്ന് ഉത്തരം ഉറപ്പിക്കുന്നു. അത് കുറച്ചുകൂടെ പരിചിതമാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാ വിവാഹത്തിലും നമ്മൾ ഏറ്റുപറയുന്ന ഒരു കാര്യമാണ്. പരീശന്മാർ ഏത് കാര്യം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ ചോദിക്കുമ്പോൾ അരുത് എന്ന് പറയുമ്പോൾ സഭയെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ ഇത് നമ്മൾ നല്ല ഓർമ്മയുള്ളതാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം പരീശന്മാർ എന്ന ഉത്തരമാണോ? യെസ്,
അങ്ങനെ 3 ചോദ്യങ്ങൾ ആദ്യത്തെ റൗണ്ടിലെ പകുതി കടന്നു. ഇനി മുമ്പോട്ട് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ചോദ്യങ്ങൾ ട്രിക്കി ആയിട്ടും വരാം. ചോദ്യം ശ്രദ്ധിക്കുക, ഉത്തരം ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ മത്സരിക്കുക. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. ഞങ്ങൾ ഡാഷ് എന്ന് വരികിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ആരെന്താണ് ഡാഷ്? എ ബുദ്ധിഹീനർ, ബി വിവശന്മാർ, ഓപ്ഷൻ സി മൂഢർ, ഓപ്ഷൻ ഡി ബലഹീനർ. ഓപ്ഷൻ ബി വിവശന്മാർ. ഓപ്ഷൻ ബി വിവശന്മാർ. ഓപ്ഷൻ ബി വിവശന്മാർ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ കടന്നു പോയിട്ടുള്ള പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി വിവശന്മാർ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. മുമ്പിലേക്ക് വളരെ വേഗത്തിൽ പോകുന്നുണ്ട്. ഇതേ വേഗതയിൽ 15 ചോദ്യം വരെ പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം. നക്ഷത്രദേവൻ ആര്? ഓപ്ഷൻ എ സിക്കൂത്ത്, ഓപ്ഷൻ ബി കിയൂൻ, ഓപ്ഷൻ സി ദാഗോൻ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. കിയൂൻ. ഓപ്ഷൻ ബി കിയൂൻ. നക്ഷത്രദേവനാണ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി കിയൂൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇങ്ങനെ ഉത്തരം പറയുന്ന മത്സരാർത്ഥികൾ വരുമ്പോഴാണ് ഞങ്ങൾക്കും ഒരു പ്രത്യേക പ്രചോദനം. ഈ സംശയമൊന്നുമില്ലാതെ ഉത്തരം പറയുന്ന ആളുകൾ ഉണ്ടാകണം, ആശങ്കയില്ലാതെ വായിച്ചിട്ടും പഠിച്ചിട്ടും വരുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ മത്സരം കണ്ടക്ട് ചെയ്യുന്ന ഞങ്ങൾക്കും വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും ആദ്യത്തെ റൗണ്ട് കടന്നു പോകാൻ. ഒരു ഹെൽപ്പും ഇല്ലാതെ ആദ്യത്തെ റൗണ്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കും പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പം വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പാസ്റ്റർ മാമി വിശ്വാസികൾ ആരും കുറ്റം പറയില്ല. ഓക്കെ, നമുക്ക് ആദ്യത്തെ റൗണ്ടിലെ സമ്മാനം ഉറപ്പിക്കുന്ന അവസാനത്തെ ചോദ്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെ എന്ന് കൽപ്പിച്ചിരിക്കുന്നു? ഓപ്ഷൻ ബി ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി, ഓപ്ഷൻ സി ശവപ്പെട്ടിയിൽ വെച്ചു, ഓപ്ഷൻ ഡി വലിയ കൂട്ടമായിരുന്നു. ഓപ്ഷൻ സി ശവപ്പെട്ടിയിൽ വെച്ചു. ഓപ്ഷൻ സി ശവപ്പെട്ടിയിൽ വെച്ചു. സാധാരണ പ്രസംഗത്തിലൊക്കെ എല്ലാവരും പറയുന്നത് സൃഷ്ടിച്ചു എന്ന് തുടങ്ങി ശവപ്പെട്ടിയിൽ അവസാനിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞ് സാധാരണ പ്രസംഗർ ഉപയോഗിക്കാറുള്ളൊരു പ്രയോഗം കൂടാണ്. അല്ലെങ്കിലും ജോസഫിനെ കുറിച്ച് ഓർക്കുന്ന ആളുകൾക്ക് ആ ഭാഗം ഓർമ്മ വരും. നമുക്ക് നോക്കാം. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ശവപ്പെട്ടിയിൽ വെച്ചു എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം വളരെ ശരിയാണ്. ഈ ഉത്തരം കൊണ്ട് സാധിച്ചൊരു കാര്യം, നമ്മൾ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമ്മാനവും ഇല്ലാതെ ഞാൻ മടങ്ങിപ്പോയിട്ടില്ല എന്ന് നമുക്ക് ആത്മാഭിമാനത്തോടെ പറയാം. ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇനിയും മുമ്പിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കും. ഇങ്ങനെ ശുശ്രൂഷയിലൊക്കെ ആയിരുന്നപ്പോൾ, പ്രത്യേകിച്ച് വിവിധ ഇടങ്ങൾ 10-25 വർഷം ദീർഘകാലത്തെ ശുശ്രൂഷ, എന്താണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു അനുഭവം, ജീവിതത്തിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുണ്ടായ ഒരു അനുഭവം എന്തായിരിക്കും? കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒത്തിരി പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി ദൈവം തന്നിട്ടുണ്ട്. പിന്നെ പുതിയ വേല സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ താല്പര്യം പരസ്യ പ്രവർത്തനങ്ങൾ, വ്യക്തിപരമായ സുവിശേഷം അറിയിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ സഭയുടെ കാര്യങ്ങളിൽ ഇരിക്കുമ്പോൾ എല്ലാരെയും ഒരുപോലെ കാണാൻ ദൈവം അതിന് പ്രത്യേക ഒരു കൃപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചെറിയവര് വലിയവര് അങ്ങനെ വേർകൃത്യം കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാനാണ്. പ്രത്യേകിച്ച് പുതിയ പ്രവർത്തനം. ഞാൻ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പരസ്യങ്ങൾ കൂടുതൽ സമയം നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതാണ് കൂടുതൽ എൻ്റെ ഹൃദയത്തിലെ താല്പര്യം. മറ്റ് ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ കൂടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് പരസ്യങ്ങളിൽ നിന്ന്. അപ്പം നമ്മൾ പൊതുവിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന വേറൊരു ഇതാണല്ലോ, പുതുതായിട്ട് ആളുകളെ സുവിശേഷം അറിയിക്കുക, യേശുവിനെ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കേട്ടത് വളരെ സന്തോഷം. കർത്താവ് വീണ്ടും ശുശ്രൂഷയിൽ അനുഗ്രഹിക്കട്ടെ. വീണ്ടും സഭാ ശുശ്രൂഷയും മറ്റുമൊക്കെ ആയിട്ട് തന്നെ മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. 2ാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2ാമത്തെ റൗണ്ടിൽ 2 ഓപ്ഷനാണ്. പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏത് ചോദ്യമാണ് തിരഞ്ഞെടുക്കുന്നത്? പഴയ നിയമം. ഓക്കെ, 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. യോവാബിന്റെ സഹോദരൻ ആരാണ്? ഓപ്ഷൻ എ ദാവീദ്, ഓപ്ഷൻ ബി അബിഷായി, ഓപ്ഷൻ സി അബ്നേർ, ഓപ്ഷൻ ഡി നേര്.
യോവാബിന്റെ സഹോദരൻ? ഓപ്ഷൻ ഡി നേര്. ഓപ്ഷൻ ഡി നേര്. ആ ഉറപ്പാണ്? ഓപ്ഷൻ സി അപ്നേർ. ഓപ്ഷൻ സി അപ്നേർ. അത് വലിയ രണ്ടിലേതെങ്കിലും ഒന്നുമായിട്ട് ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓപ്ഷൻ ഡി നേര്. ഓക്കെ, ഓപ്ഷൻ ഡി നേര് എന്ന ഉത്തരം നമ്മൾ ഇപ്പോൾ താൽക്കാലികമായി ഉറപ്പിക്കുന്നു. അത് വേറൊരു ചിന്ത വരാത്ത യോവാബിന്റെ സഹോദരനെ സംബന്ധിച്ച്? യോവാബിന്റെ സഹോദരൻ അഭിഷേക്. ഓക്കെ, ഏതായാലും നമ്മളൊരു ഉത്തരം ലോക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ ഗംഭീരമായിട്ട് മത്സരിച്ചു വന്ന ഒരാളാണ്. ഇപ്പൊ നഷ്ടപ്പെട്ടു പോയ എന്ത് തോന്നുന്നു? പ്രയാസം തോന്നുമോ? ചെറിയ ടെൻഷൻ വരുന്നുണ്ട്. ആ ചോദ്യം അത്ര കഠിനമായിരുന്നെന്നും എനിക്ക് തോന്നുന്നില്ല. ലഘുവായിട്ടൊരു ചോദ്യമാണ്. തെറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്ത് തോന്നുന്നു? ശരിയായിരിക്കും എന്നൊരു തോന്നലാണ് മനസ്സിലുള്ളത്. ഏതായാലും വളരെ ഗംഭീരമായിട്ട് 7 ചോദ്യങ്ങൾ വരെ മത്സരിച്ചു വന്നു. 7ാമത്തെ ചോദ്യത്തിൽ എത്തി. ചെറിയ ഒരു ആശങ്ക അവിടെ ഉണ്ടായി. ഓക്കെ, എന്നാൽ നമുക്ക് പരിശോധിക്കാം. 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി നേര് എന്ന ഉത്തരവാണോ? റിയലി സോറി. യോവാബിന്റെ സഹോദരൻ അബീഷായി ആയിരുന്നു. 1 ശൗമേൽ 26:6 അതിന്റെ റെഫറൻസ് ഭാഗം. ഞാൻ ഓർത്ത് അത് വളരെ നിസ്സാരമായിട്ട് പറയും എന്ന് ചിന്തിച്ചൊരു കാര്യമാണ് പലയിടങ്ങൾ. കാരണം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മത്സരിച്ച് വന്നൊരു മത്സരാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ സൈറ്റിലെ ഷൂട്ടിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം പറഞ്ഞ, ഏറ്റവും വേഗത്തിൽ കടമ്പകൾ ചാടിക്കടന്നൊരു മത്സരാർത്ഥിയാണ്. എന്തു തോന്നുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ട്? ഏതായാലും നിരാശപ്പെടാനില്ല. ഒരു സമ്മാനം ഇല്ലാതല്ല. സമ്മാനത്തിന്റെ അല്ല, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. കുറച്ചുകൂടെ മുൻപോട്ട് പോകുമെന്ന് ഞാനും വളരെ താല്പര്യപ്പെട്ടിരുന്നു, ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ചോദ്യം എപ്പോഴും ട്രിക്കിയാണ്. നമ്മുടെ ചിന്ത പോലെ, നമ്മുടെ താല്പര്യം, നമ്മുടെ ആഗ്രഹം പോലെ എപ്പോഴും നടക്കണമെന്നില്ല. മത്സരങ്ങളാണ്. ഇവിടെ ജയപരാജയങ്ങൾ, ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നമുക്കുണ്ടാകാം. അപ്പൊ ഇന്ന് അങ്ങനെ എന്തോ സംഭവിച്ചു. പക്ഷെ ഭാഗ്യം കൂടെ ഇല്ലാതിരുന്നിട്ടില്ല. ഒരു റൗണ്ട് പൂർത്തീകരിച്ച് നല്ലൊരു സമ്മാനത്തുക ലഭിച്ചിട്ടുമുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രേക്ഷക നിലയിലുള്ള അഭിപ്രായം എന്താണ് പ്രോഗ്രാമിനെ കുറിച്ച്? പ്രോഗ്രാം നന്നായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമുക്ക് ബൈബിള് അതിനോ താല്പര്യമുള്ളവർക്ക് കേട്ടോ, ബൈബിള് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല പ്രോഗ്രാമാണ്. ഇനിയും വരും കാലങ്ങളിൽ ഇനിയും നമ്മൾ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഇനിയും മേഖലകളിലൊക്കെ വരുമ്പോൾ ഇനിയും മത്സരിക്കാൻ അവസരം ഉണ്ടാകട്ടെ. നമ്മുടെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യും. വളരെ നല്ലപോലെ മത്സരിച്ചൊരു മത്സരാർത്ഥി ആയതുകൊണ്ട് ഞാനത് വീണ്ടും താല്പര്യപ്പെടുന്നു. വീണ്ടും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും മത്സരങ്ങൾ പങ്കെടുക്കട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ, അവരുടെ ഭാവിയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ബൈബിൾ ബ്രെയിൻസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ പ്രിയ റെന്നി ആൻറ്റിയെ പോലെ തന്നെ നിങ്ങളെല്ലാവരും വളരെ പഠിച്ചിട്ട് വരുന്ന ആളുകൾക്കും ഒരു പക്ഷേ ആശങ്ക ഉണ്ടാകാം. ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ വരിക, പങ്കെടുക്കുക, വായിക്കുക, വളരുക. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്,
MSc in Nursing, PBBSc, GNM, BSc OTT Anesthesia, +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക. ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്. ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.